മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ആൽബർട്ട് ഐൻസ്റ്റീൻ ജീവിതത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കുറേയേറെ ദുഃഖിച്ച ആളാണ്. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം വിഭാവനം ചെയ്ത് കണ്ടുപിടിച്ച് പിന്നീട് തെളിയിക്കപ്പെട്ട E=mc² എന്ന ഇക്വേഷൻ അതുപയോഗിച്ച് ആറ്റം ബോംബ് ഉണ്ടാക്കാനും അങ്ങനെ ഒരു ആറ്റം ബോംബ് മൻഹാട്ടൻ എക്സ്പെരിമെന്റിൽ പരീക്ഷിക്കാനും റോബർട്ട് ഓപ്പൺഹീമർ എന്ന പ്രസിദ്ധനായ ജൂതശാസ്ത്രജ്ഞൻ, ആൽബർട്ട് ഐൻസ്റ്റീനും ജൂതനാണ്, ജൂതശാസ്ത്രജ്ഞൻ മൻഹാട്ടൻ എക്സ്പെരിമെന്റിൽ ആറ്റം ബോംബ് പൊട്ടിക്കുകയും അതിൻ്റെ അസാധാരണമായിട്ടുള്ള ആ നശീകരണ ശക്തി മനസ്സിലാക്കുകയൊക്കെ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഊഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അസാധാരണമായിട്ട് വേദനിച്ചു, ദുഃഖിച്ചു. ഇതുകൂടാതെ തൻ്റെ ഭാര്യ മിലേവ വളരെ മോശമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനോട് പെരുമാറുകയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതം വളരെ ദുഃഖപൂർണമാവുകയും രണ്ട് കാരണത്താൽ സംഭവിച്ചപ്പോൾ അദ്ദേഹം അഭയം കണ്ടെത്തിയത് ഭഗവത്ഗീതയിലാണ്. അദ്ദേഹം ഭഗവത്ഗീത വായിച്ച് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്, ഐ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം ഭഗവത്ഗീത ഫോർ ഓൾ മൈ ഹൈപ്പോത്തസിസ് ആൻഡ് തിയറം എന്നുകൂടി അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ആ ഭഗവത്ഗീത മിക്കവാറും അദ്ദേഹത്തിന് ബൈഹാർട്ടായിരുന്നു. അതുപോലെ ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന് പറയുന്ന വ്യക്തി, പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് എഴുതിയ വ്യക്തികൾ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയാറുണ്ട്, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിംഗ് ദാറ്റ് ഐൻസ്റ്റീൻ ക്യാരിഡ് വിത്ത് ഹിം ദ ഭഗവത്ഗീത ഫോർ ദ ലാസ്റ്റ് 10 years ഓഫ് ഹിസ് ലൈഫ്. ജീവിതത്തിലെ അവസാനത്തെ 10 വർഷം ആൽബർട്ട് ഐൻസ്റ്റീൻ എവിടെ പോകുമ്പോഴും ഭഗവത്ഗീത കൂടെ ഉണ്ടാകുമായിരുന്നു എന്ന്. ഭഗവത്ഗീത അസാധാരണമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, ആധികാരികമായിട്ട് എനിക്ക് ഒരു പ്രഭാഷണത്തിൽ കേൾക്കാൻ സാധിച്ചത് ശ്രീ തുറവൂർ വിശ്വംഭരൻ വളരെ ഗംഭീരമായിട്ട് ഓതന്റിക്കായിട്ട് പറഞ്ഞൊരു പ്രഭാഷണത്തിൽ കേൾക്കാൻ സാധിച്ചത് 1932 ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു മതം സ്ഥാപിച്ചു. ഒരു മതം, കോസ്മിക് റിലീജിയൻ എന്നാണ് മതത്തിന്റെ പേര്. ആ മതത്തിലെ ഈശ്വരൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ച പുരുഷനാണ്, പ്രപഞ്ചത്തിനെ ഈശ്വരനാക്കാം. ആ മതത്തിന്റെ മതഗ്രന്ഥ ഭഗവത്ഗീതയായിരുന്നു. ഭഗവത്ഗീതയിലെ 11ാം അധ്യായം വിശ്വരൂപ ദർശന യോഗാധ്യായം, അതിലെ വിശ്വരൂപത്തെ നാന്തം ന മധ്യം ന പുനസ്തവാദ്യം എന്ന് പറയുന്ന ദിവി സൂര്യ സഹസ്രസ്യ ഭവേത് യുഗപദുത്യത യതിബാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ആയിരക്കണക്കിന് സൂര്യന്മാർ ഉദിച്ചുയരുന്ന ആ വിശ്വരൂപത്തെ അർജുനനും അതുപോലെ തന്നെ ധനഞ്ജയനും സഞ്ജയനും സഞ്ജയനാണ് വിവരിക്കുന്നത്. അതിൽ ആകൃഷ്ടനായിട്ടാണ് വിശ്വരൂപത്തെ ഈശ്വരനായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടത്. ആ ഭഗവത്ഗീത മതഗ്രന്ഥവും വിശ്വരൂപം ഈശ്വരനും കോസ്മിക് റിലീജിയൻ അതും ആൽബർട്ട് ഐൻസ്റ്റീൻ സ്ഥാപിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഭാരതത്തിൽ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല, വേറെ ആരും പഠിപ്പിക്കാറുമില്ല. ലോകത്തിൽ ഇത്രയും അധികം ബുദ്ധി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഇല്ലാതിരിക്കെ ഏറ്റവും ബുദ്ധിമാനായ, ലോകത്തിൻ്റെ അടിമുടി മാറ്റത്തിന് കാരണമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഭാരതത്തിലെ ഭഗവത്ഗീതയെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോസ്മിക് റിലീജിയനെ കുറിച്ചും അതിനെ തന്നെ മതഗ്രന്ഥമാക്കിയിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം വിവരിച്ചു എങ്കിൽ അത് ഞാനും നിങ്ങൾ അറിയണ്ടേ. അങ്ങനെ അറിയാൻ വേണ്ടിയാണ് ഇത് നിങ്ങളോട് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.